എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫിയാൻ ടീം അവർ എട്ട് ഹെഡ് ഐലാൻഡിലേക്ക് വരുന്നതിന് ഒരു 2 ആഴ്ച മുൻപത്തെ കാര്യങ്ങൾ കാണിക്കുകയാണ്. ഷക്കയാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് എന്തോ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുകയാണ്. അവൻ കണ്ടുപിടിച്ച കാര്യം കണ്ട് ഷോക്ക് ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് ഡോക്ടർ വേഗോപങ്ക് ആളാണെങ്കിൽ അയൺ ചെയിൻ റോബോട്ടിനെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ആൾക്ക് അയൺ ചെയിൻ റോബോട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ സമയത്തായിരിക്കും പവർ പ്ലാന്റിൽ എന്തോ ഒരു ഇൻഡിക്കേഷൻ അത് മുഴങ്ങാനായിട്ട് തുടങ്ങുക. പിത്രോഗസ്, ഡോക്ടർ വേഗോപങ്ക്, ഷക്ക എന്നിങ്ങനെ എല്ലാവരും ഇപ്പോ അവിടുത്തെ ഇഷ്യൂ അത് റിസോൾവ് ചെയ്യാൻ അവിടേക്ക് ഓടിയെത്തും. അവരാണെങ്കിൽ ചെക്ക് ചെയ്യും. അവരുടെ റിസൾട്ടിൽ ഇപ്പോൾ വലിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കുകയാണ്. അവർ ലാസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത നമ്പർ അതും ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന നമ്പറും അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ കാര്യമായിട്ട് ചെക്ക് ചെയ്യും. മദർ ഫ്ലെയിമിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ അതാരോ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല ആ കാര്യം ആർക്കും മനസ്സിലാവാതിരിക്കാനായിട്ട് അതിന്റെ വേരിയേഷൻസ് എല്ലാം തന്നെ കൃത്രിമമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആരോ ആ ഒരു പീസുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഡോക്ടർ വേഗോപങ്കിനാണെങ്കിൽ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത്രയും കാര്യമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഐഡിയൽ ആയിട്ട് ഇത് ചെയ്യണമെങ്കിൽ വേഗോപങ്സിൽ ആരോ ഒരാളാണ് ഇത് ചെയ്തത്. ഡോക്ടറിനാണെങ്കിൽ ലിലിത്തിന്റെ മേലെ ആയിരിക്കും ആദ്യം സംശയം തോന്നുക. കാരണം എപ്പോഴും ദേഷ്യപ്പെട്ട് കിറുക്ക് പിടിച്ച പോലെ നടക്കുന്നത് ലിലിത്താണ്. അത് കേട്ട് പിത്തോക്രസ് ആണെങ്കിൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും. നമുക്ക് കാര്യമായിട്ട് ഒന്ന് അന്വേഷിക്കാം, അതിനുശേഷം മാത്രം നമുക്ക് ആളെ കൺഫേം ചെയ്യാതെ പറഞ്ഞ് അവരാണെങ്കിൽ അത് ചെയ്തതാരാണെന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. പിത്തോക്രസ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴായിരിക്കും അവൻ ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കുക. വലിയൊരു പവർ തന്നെയാണ് മോഷ്ടിച്ചവൻ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇവര് 3 പേരും ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 4 പേരിൽ ആരോ ഒരാളാണ് അത് ചെയ്തത്. ഡോക്ടർ വേഗോപങ്കിനാണെങ്കിൽ ലിലിത്തിന്റെ മേലെ തന്നെയാണ് സംശയമുള്ളത്. ആക്ച്വലി എല്ലാ വേഗോപങ്സും പങ്ക് സ്റ്റോറേജിൽ കണക്റ്റഡ് ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആരെന്ത് ചെയ്താലും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ അവർക്ക് തന്നെ സ്റ്റെൽത്ത് മോഡ് എന്നൊന്ന് കൊടുത്തിട്ടുണ്ട്. സോ സ്വന്തം ഡാറ്റ ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ വാശിയോട് കൂടെ ഇപ്പോൾ 1 വീക്കായിട്ട് അതാരാണെന്നറിയാൻ ചെക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അത് ലിലിത്തിന് കൊടുത്ത് ലിലിത്തിന് ചെക്ക് ചെയ്യും. പക്ഷേ ആ ചെക്കിങ്ങിൽ അദ്ദേഹം മനസ്സിലാക്കും ലിലിത്ത് അല്ല ആ കാര്യം ചെയ്തതെന്ന്. അതൊരു ഭാഗത്ത് പിത്തോക്രസും കാര്യമായിട്ട് അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഇപ്പൊ പിത്തോക്രസ് അവൻ തന്നെ അത് ആരാണെന്ന് കണ്ടുപിടിക്കും. ചെയ്തത് മറ്റാരുമല്ല പക്ഷേ യോർക്ക്. ഡോക്ടർ വേഗോപങ്കിനാണെങ്കിൽ അത് ആദ്യം വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം വെറുതെ ഫുഡ് അടിച്ച് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന അവൻ ഇപ്രകാരം ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അവർക്കാണെങ്കിൽ അത് ആദ്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ പങ്ക് റെക്കോർഡ്സിൽ അത് ചെക്ക് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ആ ട്വിസ്റ്റ് മനസ്സിലാക്കുക. പങ്ക് റെക്കോർഡ്സിൽ അവൻ ഫാബ്രിക്കേറ്റ് ചെയ്ത് മെമ്മറീസ് എല്ലാം ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡോക്ടറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് അവൻ ഇപ്രകാരം ചെയ്തതെന്ന് അവരെല്ലാവരും മനസ്സിലാക്കും. അവൻ ഇപ്പോൾ മാത്രമല്ല ഒരുപാട് കാലമായിട്ട് ഇത്തരത്തിലുള്ള ഫാബ്രിക്കേഷൻ വർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ അതൊന്നായിട്ട് കണ്ടെത്തും. അതിനുശേഷം മനസ്സിൽ ലിലിത്തിനോട് സോറി പറഞ്ഞ് ബീസ്റ്റ് വെപ്പൻസ് അത് ചെക്ക് ചെയ്യും. അതും ഇപ്പോൾ അവൻ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾക്ക് ഫേവർ ആവുന്ന രീതിയിൽ അവളത് റിവേർട്ട് ചെയ്ത് വെച്ചു. മാത്രമല്ല ഒരു വൈറ്റ് കമ്മ്യൂണിക്കേഷൻ സ്നൈൽ ഉപയോഗിച്ച് ദൂരത്തായിട്ട് അവൾ ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ വേഗോപങ്കിനും കൂടെയുള്ളവർക്കും ടെൻഷൻ കൂടും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പോൾ അവൻ നടത്തിയ കോൾസ് അതെല്ലാം ചെക്ക് ചെയ്യും. അതിലൂടെ മനസ്സിലാകും അവൻ കോണ്ടാക്ട് ചെയ്തത് മറി ജോയ്സിലാണ്. മറി ജോയ്സിൽ കോണ്ടാക്ട് ചെയ്ത് ഇത്തരത്തിൽ ഡോക്ടർ വേഗോപങ്കും ടീമും വോയിഡ് സെഞ്ചുറിയെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണെന്നുള്ള കാര്യമാണ് അവൻ അറിയിച്ചത്. ഡോക്ടർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ കാര്യം കേട്ട് ഫ്രീസ് ആയി പോകും. കാരണം ഇത്രയും കാലവും നേവിക്ക് വേണ്ടിയാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നതെന്നാണ് അവർ കരുതിയിരുന്നത്. ഇങ്ങനെയൊരു മൂവ്മെന്റ് ഡോക്ടർ വേഗോപങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും ആ ഒരു ഐലാൻഡിനെ പോലും നേവിക്കാർ വെറുതെ വിടില്ല. പ്രധാനമായിട്ട് അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ റിസർച്ച് പോലും അവർ മുച്ചോടും നശിപ്പിച്ചു കളയും. ഡോക്ടർ വേഗോപങ്കിന് അപ്പോഴായിരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാകുക. ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം നേവിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുകയാണ്. ഇതുവരെ അദ്ദേഹത്തെ ആരും തന്നെ സംശയിച്ചിട്ടില്ല. എന്തെങ്കിലും ചില എക്സ്പെരിമെന്റ്സ് അദ്ദേഹത്തോട് ആവശ്യപ്പെടും. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവരത് റിസീവ് ചെയ്ത് കടന്നു പോകും. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നേവിയിലെ ഒരുപാട് സോൾജിയേഴ്സ് ഇവിടേക്ക് വന്ന് ചെക്ക് ചെയ്ത് പോവാറുണ്ട്. തീർച്ചയായിട്ട് നേവിയുടെ ഇൻവെസ്റ്റിഗേഷൻ അതിവിടെ നടന്നുകൊണ്ടേയിരുന്നു. അതിനെല്ലാം കാരണക്കാരി അതായി ഓർക്കാണ്. ഉടനെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി എഡ്ഹെഡ് ഐലാൻഡിലേക്ക് വരുന്നതിന് 6 ദിവസം മുൻപ് ലുലൂസി ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർന്നുപോയി. ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ ആ ഒരു ന്യൂസ് അറിഞ്ഞ് ഒരുപാട് വേദനിക്കും. കാരണം അങ്ങനെയൊന്നും നടക്കാൻ കാരണം തന്നെ അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു പോയ ആ മദർ ഫ്ലെയിം അതാണ്. ആക്ച്വലി യോർക്ക് ആ ഒരു മദർ ഫ്ലെയിമിന്റെ ഭാഗവും ബീസ്റ്റ് വെപ്പനും എല്ലാം തന്നെ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു.
അതിൽ നേവിയുടെ കയ്യിൽ ആങ്ഷ്യൻ വെപ്പൺ ഉണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ മദർ ഫ്രൂട്ടിയർ മദർ ഫ്ലെയിം അത് ആവശ്യമാണ്. അതുപയോഗിച്ചാണ് അത്രയും വലിയൊരു ഐലാൻഡ് അവർ തകർത്തത്. ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്ക് അതിന്റെ ഭീകരത തിരിച്ചറിയും. സോ ഒരു കാരണവശാലും ഈ മദർ ഫ്ലെയിം അത് എല്ലാവരുടെ കയ്യിലേക്ക് പോകാനായിട്ട് പാടില്ല. ഡോക്ടർ വേഗോഫ് പങ്കിനാണെങ്കിൽ ഒരുപാട് വിഷമവും കുറ്റബോധവും തോന്നും. ആക്ച്വലി യോർക്ക് ഇപ്രകാരം ചെയ്യുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അവളെ ഒരു പാരമ്പര്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ അവളാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ തന്നെ കത്തിവെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവർ യോർക്കിനെ കൊല്ലാമോ എന്ന് ചോദിക്കും. അതിന് അദ്ദേഹം പറയും, അതുകൊണ്ട് ഇനി കാര്യമില്ല, ഓൾറെഡി എല്ലാ കാര്യങ്ങളും നേവി അറിഞ്ഞു കഴിഞ്ഞു. നേവിക്കാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ വോയ്ഡ് സെഞ്ചുറിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ജനങ്ങൾ അറിയാൻ പാടില്ല. മാത്രമല്ല ആ ഒരു മദർ ഫ്ലെയിം അത് സ്വന്തമാക്കുക എന്നതാണ്. ഡോക്ടർ വേഗോഫ് പങ്കാണെങ്കിൽ ഒരുപാട് നേരം ആലോചിച്ച് ഇപ്പൊ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, എത്രയും വേഗം ഒരുപാട് കപ്പലുകൾ തയ്യാറാക്ക്. അത് കേട്ട് അസിസ്റ്റൻസ് ചോദിക്കും, നമ്മളെല്ലാവരും കപ്പലുകളിൽ ഇവിടുന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചോ? അതിന് ഡോക്ടർ പറയും, നമ്മളല്ല, ഇവിടെയുള്ള സാധാരണ ജനങ്ങളാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പോകുന്നത്. കാരണം ഓൾറെഡി ബോഹാര ഐലാൻഡിൽ സംഭവിച്ചത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആ നേവിക്കാര് ബസ്റ്റർ കോൾ അത് ഇതിനോടകം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. സോ എത്രയും വേഗം അവരിവിടേക്ക് വരും. അതിനുള്ളിൽ ഇവിടെയുള്ള സാധാരണ ജനങ്ങളെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണം. വർഷങ്ങൾക്ക് മുൻപ് 25 വർഷങ്ങൾക്ക് മുൻപ് ബോഹാര ഐലാൻഡിൽ അവരുടെ കയ്യിൽ പോലും കിട്ടാത്ത ഒരുപാട് ഡോക്യുമെന്റ്സ്, വോയ്ഡ് സെഞ്ചുറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. സോ ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ട് നശിപ്പിക്കും. ഇവിടെയുള്ളൊരു ജനങ്ങളെ പോലും അവർ വെറുതെ വിടാനായിട്ട് തയ്യാറാവില്ല. നിരപരാധികൾ ഒരു കാരണവശാലും അവരുടെ കയ്യിൽപ്പെട്ട് മരിക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുണ്ട്. ഇതിൽ മരിക്കാൻ എനിക്ക് യാതൊരു പേടിയുമില്ല. പക്ഷേ വോയ്ഡ് സെഞ്ചുറിയിൽ സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. ഇനിയും ഈ മിലിറ്ററിക്കാരുടെ ക്രൂരമായ ഭരണത്തിൽ അല്ലെങ്കിൽ ഇവിടെ ചതി അറിയാതെ ജനങ്ങൾ ജീവിക്കാനായിട്ട് പാടില്ല. ഐ എം സോറി, നിങ്ങളെ രണ്ടുപേരെയും ഞാനിതിൽ പിടിച്ചിട്ടു. അത് കേട്ട് ഷക്കിയാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നമ്മളെല്ലാവരും ഒന്നാണ് വേഗോഫ് പങ്ക്സ്. ആണെങ്കിൽ അടിച്ചു പറയും, എന്റെ മരണം അത് വെറുതെ ആവാൻ പാടില്ല. എല്ലാ രഹസ്യങ്ങളും അതെനിക്ക് പുറത്തു പറയണം. എല്ലാം മുൻപ് ഈ ക്ലൗഡ് ജനറേറ്റർ അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. കാരണം ഈ ലോകം അത് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു സർഫേസ് ആവശ്യമാണ്. സോ അതിന് എന്റെ പ്രൊട്ടക്ഷൻ അത് അനിവാര്യമാണെന്ന് പറഞ്ഞ് ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ആ ഒരു ബ്രോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ആ ജൈന്റ് റോബോട്ടിന് അടുത്തേക്ക് വരും. അടുത്ത നിമിഷം യോർക്കാണെങ്കിൽ ക്യാഷ്ലായിട്ട് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് ഇപ്പൊ ഡോക്ടറിനോട് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണേ? അതിന് ഡോക്ടർ പറയും, ഞാൻ മദർ ഫ്ലെയിമിന്റെ പവർ ഉപയോഗിച്ച് റോബോട്ടിനെ അവേക്കൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കേട്ട് അവളാണെങ്കിൽ എക്സൈറ്റഡ് ആവും. വാവ്, അപ്പൊ മദർ ഫ്ലെയിമിന്റെ കംപ്ലീഷൻ, വാവ്, അപ്പൊ ആ മദർ ഫ്ലെയിം അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാകുമല്ലേ? അത് കേട്ട് ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ പല്ല് കടിച്ച്, അതെ, അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാവുമെന്ന് പറയും. അവളെക്കുറിച്ചുള്ള രഹസ്യം അത് മറ്റുള്ളവർ അറിഞ്ഞു എന്നറിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ടാണ് ആ കാര്യം അവൾ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചത്. അതിനുശേഷം ആ ഒരു ബ്രോഡ്കാസ്റ്റ് മെയിൽ അത് ഡോക്ടർ വേഗോഫ് പങ്കിന് ഏറ്റവും സുരക്ഷിതമായിട്ട് തോന്നിയ ആ ഒരു ജൈന്റ് റോബോട്ടിൽ തന്നെ അദ്ദേഹം ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഫിറ്റ് ചെയ്തു. സോ ആരും തന്നെ അത്ര എളുപ്പത്തിൽ ഈ ജൈന്റ് റോബോട്ടിനെ ഗസ് ചെയ്യാൻ ചാൻസ് ഇല്ല. മാത്രമല്ല ഡോക്ടർ വേഗോഫ് പങ്കിന്റെ മരണത്തിന് ശേഷം മാത്രമേ ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് ഓപ്പൺ ആവൂ. അതിൽ നിന്നെല്ലാം ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ അവരുടെ തന്നെ മെമ്മറി